It's a continuation of types of companies. Under that, on the basis of number of members, companies are classified into three. They are private company, public company, and one person company. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ പ്രൈവറ്റ് കമ്പനി കഴിഞ്ഞു, പബ്ലിക്കും കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് വൺ പേഴ്സൺ കമ്പനിയാണ്. ഓക്കെ, വൺ പേഴ്സൺ കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ടൈപ്പിലുള്ള കമ്പനീനെയാണ് വൺ പേഴ്സൺ കമ്പനി എന്ന് പറയാം? അതായത് അക്കോർഡിംഗ് ടു കമ്പനീസ് ആക്ട്, അതായത് 2013 കമ്പനീസ് ആക്ടിൽ വന്നൊരു ഇതാണ്. ഞാൻ ഫീച്ചേഴ്സ് ഓഫ് കമ്പനീസ് ആക്ട് 2013 പഠിപ്പിച്ച സമയത്ത് അതിലൊരു വേർഡ് മെൻഷൻ ചെയ്തു, വൺ പേഴ്സൺ കമ്പനി എന്ന്. ഇറ്റ് ഈസ് എ ന്യൂ ടൈപ്പ് ഓഫ് എൻറ്റിറ്റി ടു ദ എക്സിസ്റ്റിംഗ് ലിസ്റ്റ്. സോ അപ്പാർട്ട് ഫ്രം ഫോമിംഗ് എ പബ്ലിക് ഓർ പ്രൈവറ്റ് കമ്പനി, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, the Act 2013 enables the formation of a new entity, that is a one person company, OPC എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ OPC മീൻസ് എ കമ്പനി വിത്ത് ഓൺലി വൺ പേഴ്സൺ ആസ് ഇറ്റ്സ് മെമ്പർ. അതായത് മിനിമം 2 വേണം പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പബ്ലിക് കമ്പനി ആണെങ്കിൽ 7. പക്ഷേ വൺ പേഴ്സൺ കമ്പനി ആവാൻ വേണ്ടിയിട്ട് ഒരൊറ്റ ആളുണ്ടെങ്കിലും അത് കമ്പനിയായിട്ട് കൺസിഡർ ചെയ്യും. So, okay, so section 262, one person company means a company which has only one person as its member. Okay, അപ്പം ഇവിടെ എന്താ പ്രത്യേകത വരുന്നതെന്ന് വെച്ചാൽ, it has only one person as member and company may be formed for any lawful purpose by one person, where the company to be formed is to be one person company, a private company by subscribing its name to memorandum and complying with the requirements of this act in respect of registration. ഇപ്പോൾ ഒരൊറ്റ ആളെ വെച്ചിട്ടും ചെയ്യാം. മെമ്മോറാണ്ടത്തിൽ അവരുടെ പേര്, ആരാണോ ഈ വൺ പേഴ്സൺ അയാളുടെ നെയിം സബ്സ്ക്രൈബ് ചെയ്യും, എന്നിട്ടാണ് മെമ്മോറാണ്ടം ഇതാക്കുക. സോ മെമ്മോറാണ്ടം ഓഫ് വൺ പേഴ്സൺ കമ്പനി ഷാൾ ഇൻഡിക്കേറ്റ് ദ നെയിം ഓഫ് ദി അതർ പേഴ്സൺ with his prior written consent in the prescribed form, who shall be in the event of subscriber's death or incapacity to contract become the member of the company. അപ്പോൾ അതിൽ ആരാണ് ഇപ്പോൾ ഈ ഒരൊറ്റ ആളെ വെച്ചൊരു കമ്പനി ചെയ്യുന്ന സമയത്ത് അയാൾ അഥവാ മരിച്ചു പോവുകയാണെങ്കിലൊക്കെ, അയാൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അടുത്തതായിട്ട് ആര് വരും, ആരാണ് മെമ്പർ ആവുക എന്നുള്ളതും കൂടെ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. ഓക്കെ, then the other person may withdraw his consent in such matters as may be prescribed. The members of one person company may at any time change the name of such other person by giving notice in such manner as may be prescribed. അപ്പോൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന ആളുടെ പേര് എപ്പോൾ വേണമെങ്കിലും മാറ്റാനുള്ള ഒരു ഇതുണ്ട് കേട്ടോ. ഇപ്പം ചിലപ്പം മക്കളെ പേരെഴുതിയേക്കും, മക്കളൊക്കെ ആയിട്ട് തെറ്റായിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ആർക്കാണോ ഇയാൾക്ക് കൊടുക്കാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ അങ്ങനെയും മാറ്റി എഴുതാനുള്ള പ്രൊവിഷനും ഉണ്ട്. ഓക്കെ, അപ്പം അത് ഓർത്തിരുന്നോളാം. ഇറ്റ് ഈസ് എ പ്രൈവറ്റ് കമ്പനിയാണ്, ഫോംഡ് ബൈ സബ്സ്ക്രൈബിങ് ദ നെയിം ഓഫ് സച്ച് വൺ പേഴ്സൺ ടു മെമ്മോറാണ്ടം ആൻഡ് കംപ്ലൈയിങ് വിത്ത് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ദി ആക്ട് ഇൻ റെസ്പെക്ട് ഓഫ് രജിസ്ട്രേഷൻ. As regards name of OPC, the act provides that the words or one person company shall be mentioned in brackets below the name of such company. എവിടെയൊക്കെ ഇതിൻ്റെ പേര് എഴുതുന്നുണ്ടോ, ഈ കമ്പനിയുടെ പേര് എഴുതുന്നുണ്ടോ, ആ കമ്പനീൻ്റെ പേരിൻ്റെ കൂടെ ബ്രാക്കറ്റിലായിട്ട് OPC എന്നുള്ളത് നിർബന്ധമായിട്ടും ഫിക്സ് ചെയ്യണം എന്നുള്ളതാണ്, പ്രിൻ്റ് ചെയ്യണം. An act provides that a memorandum of one person company shall indicate the name of the, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ്. In the annual returns filed by OPC have to be signed by the company secretary, and where there is no company secretary, by the director of the company. അപ്പോൾ ആനുവൽ റിട്ടേൺസ് ഒക്കെ സൈൻ ചെയ്യേണ്ടത് കമ്പനി സെക്രട്ടറിയാണ്. കമ്പനി സെക്രട്ടറി ഇല്ല എന്നുണ്ടെങ്കിൽ ഡയറക്ടർ ചെയ്താലും മതി. അതേപോലെ ദ പ്രൊവിഷൻസ് റിഗാർഡിംഗ് ഹോൾഡിംഗ് ഓഫ് ആനുവൽ ജനറൽ മീറ്റിംഗ് ഇസ് നോട്ട് മാൻഡേറ്ററി ഫോർ സച്ച് കമ്പനീസ്. ഫർദർ ദർ ഇസ് ഓൺലി വൺ ഡയറക്ടർ ഓൺ ദ ബോർഡ് ഓഫ് സച്ച് കമ്പനീസ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് വൺ പേഴ്സൺ കമ്പനീൻ്റെ ഫീച്ചേഴ്സ്. അപ്പോൾ വാട്ട് ആർ ദ പ്രിവിലേജസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് ഓൺ വൺ പേഴ്സൺ കമ്പനി എന്ന് ചോദിച്ചാൽ, പ്രിവിലേജസ് നമുക്ക് ആദ്യം നോക്കാം.
ദേ നീഡ് നോട്ട് ഹോൾഡ് എൻ ആനുവൽ ജനറൽ മീറ്റിംഗ്. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, മീറ്റിങ്ങിൻ്റെ ആവശ്യമില്ല അവർക്ക്, കാരണം ഒരൊറ്റ ആളാണ് എന്ത് മീറ്റിംഗ് വെക്കാനാ. ആൻഡ് ദ കമ്പനി നീഡ് നോട്ട് പ്രിപ്പയർ എ റിപ്പോർട്ട് ഓൺ ആനുവൽ ജനറൽ മീറ്റിംഗ്. റിപ്പോർട്ട് തയ്യാറാക്കേണ്ട ആവശ്യമില്ല. മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ഇസ് 1 ആൻഡ് ദ കമ്പനി നീഡ് നോട്ട് അപ്പോയിൻറ്റ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ഓൺ ഇറ്റ്സ് ബോർഡ്. Then retirement of directors by rotation is not applicable in this in the case of OPC. അതേപോലെ റിട്ടയർമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ബൈ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഡയറക്ടേഴ്സ് റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വീണ്ടും അവരെ തന്നെ ഡയറക്ടേഴ്സ് ആക്കാനുള്ളൊരിതുണ്ട്. അതാണ് റിട്ടയർമെൻറ്റ് ബൈ റൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ ഒരു പ്രൊവിഷനൊന്നും ഇവർക്ക് അപ്ലിക്കബിൾ അല്ല. അതേപോലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു OPC മേ നോട്ട് ഇൻക്ലൂഡ് ദ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. കമ്പനീസ് ആക്ട് അനുസരിച്ചിട്ട് ഇപ്പം നിർബന്ധമാക്കിയിട്ടുണ്ട്, അതും ഈ IFRSൻ്റെ ഇൻട്രഡക്ഷനോട് കൂടിയിട്ട് നിർബന്ധമായിട്ടും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തും കൂടെ വേണം, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും നിർബന്ധമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇവർക്കതൊന്നും ബാധകമല്ല OPCക്ക്. അതേമാതിരി ആനുവൽ റിട്ടേൺ ഷാൾ ബി സൈൻഡ്. അത് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ്, കമ്പനി സെക്രട്ടറിയാണ് ആനുവൽ റിട്ടേൺ സൈൻ ചെയ്യേണ്ടത്. അയാളില്ല എന്നുണ്ടെങ്കിൽ ആർക്ക് ചെയ്യാമെന്നാണ് പറയുന്നത്, ഡയറക്ടർ. ഓക്കെ, അതായത് ഇറ്റ് നീഡ് നോട്ട് ബി സൈൻ ബൈ കമ്പനി സെക്രട്ടറി ഇൻ പ്രാക്ടീസ്. ദെൻ വാട്ട് ആർ ദ അതർ റെസ്ട്രിക്ഷൻസ് ഓൺ OPC നോക്കാം. നോ മൈനർ ഷാൾ ബിക്കം മെമ്പർ ഓർ നോമിനി ഓഫ് 1 person കമ്പനി. അത് ശ്രദ്ധിച്ചോളാം. The company cannot carry out non-banking financial investment activities, including investment of any body corporate. Non-banking financial investment activities ഒന്നും നടത്താൻ പാടില്ല. അതേമാതിരി OPC cannot convert voluntarily into any kind of company unless 2 years have expired from the date of ഇൻകോർപ്പറേഷൻ ഓഫ് OPC. ഇൻകോർപ്പറേഷൻ കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലുമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. 2 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, വേറെ ഫോം ഓഫ് ഇതിലേക്കൊന്നും കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. എക്സെപ്റ്റ് ത്രഷോൾഡ് ലിമിറ്റ്, അതായത് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഇസ് ഇൻക്രീസ്ഡ് ബിയോണ്ട് 50 lakh rupees ഓർ ഇറ്റ്സ് ആവറേജ് ആനുവൽ റിട്ടേൺ ഡ്യൂറിങ് ദ പീരിയഡ് എക്സീഡ്സ് 2 crore rupees. ഇങ്ങനെയാണെങ്കിൽ മാത്രം ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ദെൻ എങ്ങനെയാണ് കൺവേർഷൻ ഓഫ് OPC നോക്കാം. അത് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ പറയുന്നുണ്ട്. അപ്പം പറയുന്നത് OPC എന്താക്കാമെന്നാണ് പറയുന്നത്, ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു എ പബ്ലിക് കമ്പനി ഓർ പ്രൈവറ്റ് കമ്പനി. ദെൻ ആസ് പെർ ദ റൂൾ വെയർ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് OPC exceeds 50 lakh rupees or its average turnover during the relevant period exceeds 2 crore rupees, it shall cease to be entitled to continue as 1 person company. ഇപ്പം ഒരു OPCൻ്റെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 50 lakhലും കൂടുതലാവുക, അല്ലെങ്കിൽ ആനുവൽ ടേൺ ഓവർ അവരുടെ സെയിൽസ് എത്രയിൽ കൂടുകയാണ് ചെയ്യുന്നത്, 2 crore rupeesലും കൂടുതലാവുക. ആവറേജ് ടേൺ ഓവർ എന്ന് പറയുന്നത് എത്രയിലും കൂടുതലാവുക, 2 crore, 2 കോടിയിലധികം ആയിട്ടുണ്ടെങ്കിൽ അത് OPC ആയിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അവരെന്താക്കി മാറ്റണം, കൺവേർട്ട് ചെയ്യണം. സോ സച്ച് OPC ഷാൾ ബി റിക്വയർഡ് ടു കൺവേർട്ട് ഇറ്റ് സെൽഫ് within 6 months to the date on which its paid up share capital is increased beyond 50 lakh rupees or annual sales turnover exceeds 2 crore into either a private company with minimum of 2 members or 2 directors, or should convert to a public company with at least 7 members and 3 directors in accordance with the provisions of section 18 of the act. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ സെയിൽസ് 2 കോടിയിലധികം ആവുക, അല്ലെങ്കിൽ എന്താ പറയുക, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 50 lakhsലും എക്സീഡ് ചെയ്യുകയാണെങ്കിൽ ഈ കമ്പനി ഒന്നുകിൽ എന്താക്കണം, പ്രൈവറ്റ് കമ്പനി അല്ലെങ്കിൽ പബ്ലിക് കമ്പനി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. പ്രൈവറ്റ് കമ്പനിയാണെങ്കിൽ മിനിമം 2 മെമ്പേഴ്സും 2 ഡയറക്ടേഴ്സും ആവണം. പബ്ലിക് കമ്പനി ആണെങ്കിൽ 7 ആളുകൾ വേണം, മിനിമം 7 ആൻഡ് 3 ഡയറക്ടേഴ്സ്. ഓക്കെ, അതേപോലെ തന്നെ അവരെന്ത് ചെയ്യണം, OPC ദേ ഷാൾ ഓൾട്ടർ ഇറ്റ്സ് മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ബൈ പാസിംഗ് എ റെസൊല്യൂഷൻ ടു ഗിവ് എഫക്റ്റ് ടു ദി കൺവേർഷൻ ആൻഡ് മേക്ക് നെസസറി ചേഞ്ചസ് ഇൻസിഡൻറ്റൽ thereto. അതേപോലെ OPC ഷാൾ വിത്തിൻ എ പീരിയഡ് ഓഫ് 60 days ഫ്രം ദ ഡേറ്റ് ഓൺ വിച്ച് ഇറ്റ് സീസ് ടു ബി OPC ഗിവ് എ നോട്ടീസ് ടു ദ രജിസ്ട്രാർ ഇൻഫോമിംഗ് ദാറ്റ് ഇറ്റ് ഹാസ് ceased to be OPC
and that it is now required to convert itself into a private company or public company. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇതിൽ ചേഞ്ച് വന്നിട്ടുണ്ട്, ഷെയർ ക്യാപിറ്റലിൽ മാറ്റം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആനുവൽ ടേൺ ഓവറിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അവർ രജിസ്ട്രാറിന് ഒരു ഇത് കൊടുക്കണം. എന്താ പറയുന്നത്? ദേ ഷുഡ് ഗിവ് എ നോട്ടീസ് ടു ദ രജിസ്ട്രാർ. എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ ഇനി OPC എന്നുള്ളത് മാറ്റിയിട്ട് ഞങ്ങൾ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്, ഏത് മോഡാ കമ്പനി ഓപ്റ്റ് ചെയ്യുന്നത്, അതായത് പ്രൈവറ്റ് കമ്പനി ആയിട്ടാണെങ്കിൽ പ്രൈവറ്റ് കമ്പനി ആയിട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ പബ്ലിക് കമ്പനി ആയിട്ട് കൺവേർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളൊരു നോട്ടീസ് കൊടുക്കണം രജിസ്ട്രാർക്ക്. ഓക്കെ, ഇനി OPC can get itself converted into a private company or public company after increasing the minimum number of members and directors to the limit, and by making due compliance of section 18 of the Companies Act for conversion. ഓക്കെ, അപ്പോൾ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ട് കമ്പനിക്ക് അതിനനുസരിച്ചിട്ട് കൺവേർട്ട് ചെയ്യാം OPC. ക്ലിയർ ആണോ? ഇനി ഇതേപോലെ തന്നെ കൺവേർഷൻ ഓഫ് പ്രൈവറ്റ് കമ്പനി ഇൻറ്റു OPC ഉണ്ടാവാം. ഒരു പ്രൈവറ്റ് കമ്പനി രണ്ടാളുകളാണല്ലോ മിനിമം വേണ്ടത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് കമ്പനിക്ക് വേണമെങ്കിൽ 1 person കമ്പനിയായി കൺവേർട്ട് ചെയ്യാനുള്ളതുണ്ട്. അതായത് എ പ്രൈവറ്റ് കമ്പനി ക്യാൻ ബി കൺവേർട്ടഡ് ഇൻറ്റു 1 person കമ്പനി ബൈ ഫോളോയിങ് പ്രൊസീജിയേഴ്സ് ആസ് പെർ റൂൾ 7 ഓഫ് കമ്പനീസ് റൂൾസ് 2014. അപ്പോൾ ഇവിടെ എന്താ, എപ്പോഴാണ് ഒരു പ്രൈവറ്റ് കമ്പനി വൺ പേഴ്സൺ കമ്പനി ആവുന്നത് നോക്കാം. എ പ്രൈവറ്റ് കമ്പനി ഹാവിംഗ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് 50 lakh rupees or less, or average turnover during the relevant period is 2 crore rupees or less, they can convert into OPC by passing a special resolution in the general meeting. Okay, ഇനി before passing such resolution, the company shall obtain no objection in writing from members and creditors. അപ്പം ജനറൽ മീറ്റിങ്ങിൽ ഒരു റെസൊല്യൂഷൻ തീരുമാനം എടുത്താൽ മാത്രം മതി. പക്ഷെ തീരുമാനം എടുക്കുന്നതിന് മുന്നേ, റെസൊല്യൂഷൻ പാസ് ചെയ്യുന്നതിന് മുന്നേ ആരുടെയൊക്കെ കൺസെൻറ്റ് കിട്ടണം എന്നാണ് പറയുന്നത്? ക്രെഡിറ്റേഴ്സിൻ്റെയും മെമ്പേഴ്സിൻ്റെയും. ഓക്കെ, അതേപോലെ OPC ഷാൾ ഫയൽ എ കോപ്പി ഓഫ് ദ സ്പെഷ്യൽ റെസൊല്യൂഷൻ വിത്ത് ദ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വിത്തിൻ 30 days ഓഫ് ദി ഡേറ്റ് ഓഫ് പാസിംഗ് സച്ച് റെസൊല്യൂഷൻ. അങ്ങനെ മീറ്റിങ്ങിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ ആ റെസൊല്യൂഷൻ്റെ ഒരു കോപ്പി ആർക്ക് സമർപ്പിക്കണം? രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. Company shall file an application for its conversion into OPC along with fees as provided in the company's rules 2014 by attaching the following documents. അപ്പോൾ ഇതിങ്ങനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോമും ഒരു നിശ്ചിത ഫീസ് ഉണ്ടാവും കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതെല്ലാം കൂടെ വെച്ചും കൊണ്ട് ഈ പറയുന്ന രേഖകൾ കൂടി എൻക്ലൂസ് ചെയ്തുകൊണ്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടി. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് വേണ്ടത്? The directors of the company shall give a declaration by way of affidavit duly sworn in confirming that all members and creditors of the company have given their consent for conversion. അപ്പോൾ ഇങ്ങനെ 50 lakhs rupeesൽ കുറവായതുകൊണ്ട്, അല്ലെങ്കിൽ 2 crore rupeesനേക്കാട്ടും കുറവാണ് ടേൺ ഓവർ എങ്കിൽ അവരെന്താക്കാൻ പോവാണ്? ഞങ്ങൾ പ്രൈവറ്റ് കമ്പനി ആയിട്ട് OPC ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും സമ്മതമാണ് എന്ന് ഡയറക്ടേഴ്സിൻ്റെ ഒരു എന്താ പറയുക, എല്ലാ മെമ്പേഴ്സിനും ക്രെഡിറ്റേഴ്സിനും ഇങ്ങനെ കൺവേർഷൻ്റെ എന്താ പറയുക, അവർ സമ്മതം ഉണ്ടെന്ന് പറഞ്ഞും കൊണ്ടുള്ള ഒരു അഫിഡവിറ്റ് കൊടുക്കണം. ഓക്കെ, അഫിഡവിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സത്യവാങ്മൂലം. ഓക്കെ, ദെൻ ദ ലിസ്റ്റ് ഓഫ് മെമ്പേഴ്സ് ആൻഡ് ലിസ്റ്റ് ഓഫ് ക്രെഡിറ്റേഴ്സ്. ആരൊക്കെയാണ് പ്രൈവറ്റ് കമ്പനിയിൽ ഉണ്ടായിരുന്ന മെമ്പേഴ്സ്, ആരൊക്കെയാണ് ക്രെഡിറ്റേഴ്സ്, ആരാണ്, അവരുടെ ഒരു ലിസ്റ്റ്. ദ ലേറ്റസ്റ്റ് ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് എ കോപ്പി ഓഫ് NOC എന്ന് പറഞ്ഞാൽ നോ ഒബ്ജെക്ഷൻ ലെറ്റർ of secured creditors. Upon being satisfied and complied with the requirements stated herein, the registrar shall issue the certificate as 1 person company. ഇതൊക്കെ കിട്ടി രജിസ്ട്രാർക്ക് ബോധ്യമായിട്ടുണ്ടെങ്കിൽ രജിസ്ട്രാർ എന്ത് ചെയ്യും? OPC എന്നുള്ള സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. അങ്ങനെയാണ് പ്രൈവറ്റ് കമ്പനി OPC ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, ഇനി കൺവേർഷൻ ഓഫ് കമ്പനീസ് ഓൾറെഡി രജിസ്റ്റർ ചെയ്ത കമ്പനീസ് വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? എനി ക്ലാസ് രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട് മേ കൺവേർട്ട് ഇറ്റ് സെൽഫ് ആസ് എ കമ്പനി ഓഫ് അതർ ക്ലാസ് ബൈ ഓൾട്ടറേഷൻ ഓഫ് മെമ്മോറാണ്ടം ഓർ ആർട്ടിക്കിൾസ് ഓഫ് ദി കമ്പനി.
ഓക്കെ, അതായത് മെമ്മോറാണ്ടത്തിലും ആർട്ടിക്കിൾസിലും ചേഞ്ചസ് വരുത്തി ഓൾട്ടർ ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ഒരു ക്ലാസ്സിലെ കമ്പനിക്ക് വേറൊരു ക്ലാസ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ, ദ ഓൾട്ടറേഷൻ ഗിവ് എഫക്റ്റ് ടു കൺവേർഷൻ ഓഫ് എ പ്രൈവറ്റ് കമ്പനി ഇൻ ടു പബ്ലിക് കമ്പനി, എ പബ്ലിക് കമ്പനി ഇൻ ടു പ്രൈവറ്റ് കമ്പനി. അങ്ങനെ രണ്ട് രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ഡീറ്റെയിൽസ് നിങ്ങൾ നോക്കുക. വേറെ എ കമ്പനി ബീയിങ് എ പ്രൈവറ്റ് കമ്പനി ഓൾട്ടേഴ്സ് ഇറ്റ്സ് ആർട്ടിക്കിൾസ് ഇൻ സച്ച് എ മാനർ ദാറ്റ് ദേ നോ ലോങ്ങർ ഇൻക്ലൂഡ്സ് ദ റെസ്ട്രിക്ഷൻസ് ആൻഡ് ലിമിറ്റേഷൻസ് വിച്ച് ആർ റിക്വയർഡ് ടു ബി ഇൻക്ലൂഡഡ് in the articles of a private company. The company shall, as from the date of such alteration എന്ന് പറയുന്നത്, cease to be private company. അപ്പം അതായത് നിങ്ങളിപ്പോൾ പഠിച്ച് പ്രൈവറ്റ് കമ്പനിക്ക് എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, കാര്യങ്ങളുണ്ട് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതോടുകൂടി ഇപ്പോൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം എന്താവും, ഇല്ലാതെയാവും എല്ലാ റെസ്ട്രിക്ഷൻസും. ഇനി എനി ഓൾട്ടറേഷൻ ഹാവിങ് ദി ഇഫക്റ്റ് ഓഫ് കൺവേർഷൻ ഓഫ് എ പബ്ലിക് കമ്പനി ഇൻ ടു പ്രൈവറ്റ് കമ്പനി ഷാൽ നോട്ട് ടേക്ക് എഫക്റ്റ് except with the approval of the tribunal which shall make such orders as it may deem fit. അതായത് ഇപ്പോൾ പബ്ലിക് കമ്പനി പ്രൈവറ്റ് കമ്പനി ആയിട്ട് ഓൾട്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ, കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഓൾട്ടറേഷൻ ഇഫക്റ്റ് വരുന്നത് എപ്പോഴാണെന്നാണ് പറയുന്നത്, ട്രിബ്യൂണലിൻ്റെ അപ്രൂവലും കൂടെ കിട്ടണം. ഓക്കെ, നാഷണൽ കമ്പനി ട്രിബ്യൂണൽ എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. അവരുടെ അപ്രൂവലും കൂടെ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ പബ്ലിക് കമ്പനിക്ക് എല്ലാ മാറ്റങ്ങളും ബാധകമാവുള്ളൂ. ഇനി ആഫ്റ്റർ കൺവേർഷൻ ദ രജിസ്ട്രാർ ഷാൾ ഓൺ an application made by the company after satisfying himself that the procedures applicable for registration of companies have been complied with close the former registration and after registration of the documents issue a certificate of incorporation in the same manner at its first registration. അപ്പോൾ ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആപ്ലിക്കേഷനൊക്കെ കിട്ടി എല്ലാം സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ, അതായത് എല്ലാ പ്രൊവിഷൻസും അനുസരിച്ചിട്ടാണ് ഇങ്ങനെ കൺവേർഷൻ വന്നെന്നുള്ളത് ബോധ്യമായിട്ടുണ്ടെങ്കിൽ രജിസ്ട്രാർ എന്ത് ചെയ്യുന്ന പറയുന്നത്, ഹി വിൽ ഇഷ്യൂ എ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. ഇനി സെക്ഷൻ 18 സബ്സെക്ഷൻ 3 പറയുന്നതാണ്, ദ ന്യൂ രജിസ്ട്രേഷൻ ഓഫ് കമ്പനി ഷാൽ നോട്ട് എഫക്റ്റ് എനി ഡെറ്റ്, liabilities, obligations or contract incurred or entered into by or on behalf of the company before conversion, and such debts and liabilities or contract may be enforced in the manner as if such registration had not been done. ഇനി കമ്പനി ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്നതിന് മുന്നേ കമ്പനിക്ക് എന്തൊക്കെ കോൺട്രാക്റ്റ് ഉണ്ടോ, എന്തൊക്കെ ഡെറ്റ്സ് ഉണ്ടോ, ഇതെല്ലാം കമ്പനി കൺവേർട്ട് ചെയ്തെന്ന് വെച്ചിട്ട് മാറുന്നില്ല, ഇറ്റ് എക്സിസ്റ്റ് എന്നാണ് പറയുന്നത്. പക്ഷേ അവിടെ കമ്പനീൻ്റെ ക്ലാസ് ചേഞ്ചസ് മനസ്സിലാവുന്നുണ്ടല്ലോ, ബാക്കിയെല്ലാം അതേപോലെ തന്നെ നിലനിൽക്കും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്ലാസിഫിക്കേഷൻ വരുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പാണ്. ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ് കമ്പനീസ് ആർ ഓഫ് 2 ടൈപ്സ്. ഏതൊക്കെയാണ്? ഗവൺമെൻറ് കമ്പനി ആൻഡ് നോൺ ഗവൺമെൻറ് കമ്പനി. അപ്പോൾ എന്താണ് നോക്കുക, ഗവൺമെൻറ് കമ്പനി. A government company means any company in which not less than 51% of the paid up share capital is held by the central government or any state government or governments. ഒന്നുകിൽ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ആവാം, അല്ലെങ്കിൽ കൂടുതൽ സ്റ്റേറ്റ്സ് കൂടിയും കൊണ്ടുള്ള ഗവൺമെൻറ്, 1 or 2 സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ആവാം, or partly by central government and partly by 1 or more സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. ഇനി അപ്പോൾ ഇതാണ് നിങ്ങൾ ഡെഫിനേഷൻ ചോദിച്ചാൽ എഴുതേണ്ടത് ഗവൺമെൻറ് കമ്പനീൻ്റെ. ക്ലിയർ ആണോ? അപ്പോൾ എനി കമ്പനി ഇൻ വിച്ച് നോട്ട് ലെസ് ദാൻ 51% ഓഫ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഇസ് ഹെൽഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ഓർ ബൈ എനി സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ ഗവൺമെൻറ്റ്സ് partly by central government or partly by 1 or more state governments, and it includes a company which is a subsidiary company of such a government company. ഗവൺമെൻറ് കമ്പനിക്ക് ഒരു സബ്സിഡിയറി കമ്പനി ഉണ്ടെങ്കിൽ ആ സബ്സിഡിയറി കമ്പനിയും കൂടെ ഗവൺമെൻറ് കമ്പനീൻ്റെ ഇതിൽ വരുന്നതാണ്. These companies are registered as private limited companies, though the management and their control vest with the government എന്നാണ് പറയുന്നത്. This is a type of organization where both the government and private individuals are
shareholders. ഇനി എന്താണ് നോൺ ഗവൺമെൻറ് കമ്പനി നോക്കാം. നോൺ ഗവൺമെൻറ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the list of non-government companies include all those companies which are registered under the Companies Act but not as government company. ഗവൺമെൻറ് കമ്പനി ആയിട്ടല്ലാതെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എല്ലാ കമ്പനീസും നോൺ ഗവൺമെൻറ് കമ്പനി ആയിട്ടാണ് കണക്കാക്കുക. ഓക്കെ. നെക്സ്റ്റ് ഇസ് ഓൺ ദ ബേസിസ് ഓഫ് കൺട്രോൾ കമ്പനീസ് ആർ ഓഫ് ടു ടൈപ്സ്. ഏതൊക്കെയാണ്? ഹോൾഡിംഗ് കമ്പനി ആൻഡ് സബ്സിഡിയറി കമ്പനി. അപ്പോൾ എന്താണ് ഹോൾഡിംഗ് കമ്പനി നോക്കാം. എ കമ്പനി ഇസ് നോൺ ആസ് ഹോൾഡിംഗ് കമ്പനി ഓഫ് അനദർ കമ്പനി ഇഫ് ഇറ്റ് ഹാസ് കൺട്രോൾ ഓവർ ദാറ്റ് അതർ കമ്പനി. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ് പാരൻറ്റ് കമ്പനി സബ്സിഡിയറി കമ്പനി, കുറേ കേട്ടില്ലേ അക്കൗണ്ട്സിൽ. അപ്പം ഒരു കമ്പനിക്ക് വേറൊരു കമ്പനിയിൽ കൺട്രോൾ ഉണ്ടെങ്കിൽ, കൺട്രോൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഷെയർസൊക്കെ അക്വയർ ചെയ്യുകയാണെങ്കിൽ, അസറ്റ്സൊക്കെ അക്വയർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് കൺട്രോൾ ഉണ്ടാവും. അങ്ങനെയുള്ള കമ്പനീസിനെയാണ് സബ്സിഡിയറി കമ്പനി, ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുക. പാരൻറ്റ് കമ്പനിയാണ് ഹോൾഡിംഗ് കമ്പനി. ഓക്കെ. അപ്പോൾ അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെക്ഷൻ 46 ഓഫ് കമ്പനീസ് ആക്ട് 2013, holding company in relation to one or more other companies means a company of which such companies are subsidiary companies. Okay. ഇനി പറയുന്നത് സബ്സിഡിയറി കമ്പനീൻ്റെ ഡെഫിനേഷൻ. അപ്പോൾ ഹോൾഡിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ ക്ലിയർ ആണല്ലോ എന്താണെന്നുള്ളത്. എ കമ്പനി ഈസ് നോൺ ആസ് എ ഹോൾഡിംഗ് കമ്പനി ഓഫ് അനദർ കമ്പനി ഇഫ് ഇറ്റ് ഹാസ് കൺട്രോൾ ഓവർ ദ അതർ കമ്പനി. അതിൻ്റെ ഡെഫിനിഷൻ നോക്കി വെക്കണേ. 3 വേസിലാണ് വരുന്നത്. ബൈ ഹോൾഡിംഗ് മോർ ദാൻ 50% ഓഫ് ദി നോർമൽ വാല്യൂ ഓഫ് ഇഷ്യൂഡ് ഇക്വിറ്റി ക്യാപിറ്റൽ ഓഫ് ദി കമ്പനി, അല്ലെങ്കിൽ ബൈ ഹോൾഡിംഗ് മോർ ദാൻ 50% ഓഫ് ഇറ്റ്സ് വോട്ടിംഗ് റൈറ്റ്, or by securing itself the right to appoint the majority of the directors of other company directly or indirectly. നമ്മൾ നോക്കാൻ പോണത് സബ്സിഡിയറി കമ്പനിയാണ്. ഏത് കമ്പനീനെയാണ് സബ്സിഡിയറി എന്ന് പറഞ്ഞാൽ അറിയാലോ. ഇങ്ങനെ പാരൻറ്റ് കമ്പനി കൺട്രോൾ ചെയ്യുന്ന കമ്പനീനെയാണ് സബ്സിഡിയറി പറയാം. എ കമ്പനി ഈസ് നോൺ ആസ് എ സബ്സിഡിയറി ഓഫ് അനദർ കമ്പനി വെൻ ഇറ്റ്സ് കൺട്രോൾ ഇസ് എക്സസൈസ്ഡ് ബൈ ദി ലാറ്റർ. ലാറ്റർ എന്ന് പറഞ്ഞാൽ a parent company over the subsidiary company. അപ്പോൾ a company is known as a subsidiary of another company when its control is exercised by the holding company over എന്തിൻ്റെയൊക്കെ മുകളിലാവാം എന്നാണ് പറയുന്നത്? അതായത് in company in which the holding company controls the composition of board of directors or exercise or controls more than 1/2 of the total share capital, 50% ഉദ്ദേശിച്ചത്, either of its own or together with one or more of the subsidiary companies, provided that such class or classes of holding companies as may be prescribed shall not have layers of subsidiaries beyond such numbers as may be prescribed എന്നാണ് പറയുന്നത്.